മുമ്പത്തെ വീഡിയോ സെഷനിൽ IC74LS194ന്റെ പിൻ വിശദാംശങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും തന്നിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് ബൈഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ നിർമ്മിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി ഇന്നത്തെ സെഷനിൽ ഞങ്ങൾ IC74LS194 ഉപയോഗിച്ച് ഒരു ബൈഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. IC74LS194 ഉപയോഗിച്ച് ബൈഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ്റെ നിർമ്മാണവും പരിശോധനയും. +5 വോൾട്ട് പവർ സപ്ലൈ ഓണാക്കുക. ഇടത് ഷിഫ്റ്റിംഗ് സ്ഥാനത്തിനായി ട്രൂത്ത് ടേബിൾ കാണിച്ചിരിക്കുന്നത് പോലെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ചുകൾ സെറ്റ് ചെയ്യുക. D0 1, D1 1, D2 1, D3 1, SR 0, SL 1, S0 0, S1 1, MR 1. ഇപ്പോൾ മോഡ് സെലക്ട് ഇൻപുട്ട് S0 ലോജിക് 1 ആയി സജ്ജീകരിക്കുക. നൽകിയിരിക്കുന്ന ഡാറ്റ ഇൻപുട്ടുകൾ അനുസരിച്ച് Q0 1, Q1 1, Q2 1, Q3 1 ഔട്ട്പുട്ടുകൾ ലഭിക്കുന്നതിന് ക്ലോക്ക് പൾസ് പ്രയോഗിക്കുക. D0 1, D1 1, D2 1, D3 1. മോഡ് സെലക്ട് ചെയ്ത് ഇൻപുട്ട് S0യെ ലോജിക് 0യിലേക്ക് തിരികെ സെറ്റ് ചെയ്യുക. ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡാറ്റ ഇടത് സ്ഥാനത്തേക്ക് മാറുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ക്ലോക്ക് പൾസ് 1 ഔട്ട്പുട്ട് Q0 1, Q1 1, Q2 1, Q3 0. ക്ലോക്ക് പൾസ് 2 ഔട്ട്പുട്ട് 1 1 0 0. ക്ലോക്ക് പൾസ് 3 ഔട്ട്പുട്ട് 1 0 0 0. ക്ലോക്ക് പൾസ് 4 ഔട്ട്പുട്ട് 0 0 0 0. വ്യത്യസ്ത ഡാറ്റ ഇൻപുട്ടുകൾ 1 0 0 1 ഉള്ള ഒരു ഇടത് ഷിഫ്റ്റിംഗ് പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഉദാഹരണം നമുക്ക് ചർച്ച ചെയ്യാം. ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ചുകൾ സെറ്റ് ചെയ്യുക. D0 1, D1 0, D2 0, D3 1, SR 0, SL 1, S0 0, S1 1, MR 1. ഇപ്പോൾ മോഡ് സെലക്ട് ചെയ്ത് ഇൻപുട്ട് S0യെ ലോജിക് 1 ആയി സെറ്റ് ചെയ്യുക. അതിനുശേഷം നൽകിയിരിക്കുന്ന ഡാറ്റ ഇൻപുട്ടുകൾ അനുസരിച്ച് Q0 1, Q1 0, Q2 0, Q3 1 ഔട്ട്പുട്ടുകൾ ലഭിക്കുന്നതിന് ക്ലോക്ക് പൾസ് പ്രയോഗിക്കുക. D0 1, D1 0, D2 0, D3 1. മോഡ് സെലക്ട് ഇൻപുട്ട് S0 ലോജിക് 0യിലേക്ക് തിരികെ സജ്ജമാക്കുക. ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. കൂടാതെ ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡാറ്റ ഇടത് സ്ഥാനത്തേക്ക് മാറുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ക്ലോക്ക് പൾസ് 1 ഔട്ട്പുട്ട് Q0 1, Q1 0, Q2 1, Q3 0. ക്ലോക്ക് പൾസ് 2 ഔട്ട്പുട്ട് 0 1 0 0. ക്ലോക്ക് പൾസ് 3 ഔട്ട്പുട്ട് 1 0 0 0. ക്ലോക്ക് പൾസ് 4 ഔട്ട്പുട്ട് 0 0 0 0. IC74LS194 ഉപയോഗിച്ച് ബൈഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ റൈറ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ നിർമ്മാണവും പരിശോധനയും. +5 വോൾട്ട് പവർ സപ്ലൈ ഓണാക്കുക. ശരിയായ ഷിഫ്റ്റിംഗ് സ്ഥാനത്തിനായി ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ചുകൾ സെറ്റ് ചെയ്യുക. D0 1, D1 1, D2 1, D3 1, SR 1, SL 0, S0 1, S1 0, MR 1. ഇപ്പോൾ മോഡ് സെലക്ട് ചെയ്ത് ഇൻപുട്ട് S1നെ ലോജിക് 1 ആയി സെറ്റ് ചെയ്യുക.
അതിനുശേഷം നൽകിയിരിക്കുന്ന ഡാറ്റ ഇൻപുട്ടുകൾ Q01, Q11, Q21, Q31 എന്നീ ഔട്ട്പുട്ടുകൾ ലഭിക്കാൻ ക്ലോക്ക് പൾസ് പ്രയോഗിക്കുക. D01, D11, D21, D31. മോഡ് സെലക്ട് ചെയ്ത് ഇൻപുട്ട് S1നെ ലോജിക് 0യിലേക്ക് തിരികെ സെറ്റ് ചെയ്യുക. അതിലേക്ക് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. കൂടാതെ ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡാറ്റ ഇടത് സ്ഥാനത്തേക്ക് മാറുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ക്ലോക്ക് പൾസ് 1 ഔട്ട്പുട്ട് Q00, Q11, Q21, Q31. ക്ലോക്ക് പൾസ് 2 ഔട്ട്പുട്ട് 0011. ക്ലോക്ക് പൾസ് 3 ഔട്ട്പുട്ട് 0001. ക്ലോക്ക് പൾസ് 4 ഔട്ട്പുട്ട് 0000. വ്യത്യസ്ത ഡാറ്റ ഇൻപുട്ടുകളുള്ള ഒരു റൈറ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ്റെ മറ്റൊരു ഉദാഹരണം നമുക്ക് ചർച്ച ചെയ്യാം. 1001. ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇൻപുട്ട് ടോഗിൾ സ്വിച്ചുകൾ സെറ്റ് ചെയ്യുക. D01, D10, D20, D31, SR1, SL0, S01, S10, MR1. ഇൻപുട്ടുകൾ അനുസരിച്ച് Q00, Q11, Q21, Q31 ഔട്ട്പുട്ടുകൾ ലഭിക്കുന്നതിന് ക്ലോക്ക് പൾസ് പ്രയോഗിക്കുക. D01, D10, D20, D31. മോഡ് തിരഞ്ഞെടുത്ത് ഇൻപുട്ട് S1നെ ലോജിക് 0യിലേക്ക് തിരികെ സെറ്റ് ചെയ്യുക. ക്ലോക്ക് പൾസ് പ്രയോഗിക്കുക. കൂടാതെ ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡാറ്റ ശരിയായ സ്ഥാനത്തേക്ക് മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ക്ലോക്ക് പൾസ് 1 ഔട്ട്പുട്ട് Q00, Q11, Q20, Q30. ക്ലോക്ക് പൾസ് 2 ഔട്ട്പുട്ട് 0010. ക്ലോക്ക് പൾസ് 3 ഔട്ട്പുട്ട് 0001. ക്ലോക്ക് പൾസ് 4 ഔട്ട്പുട്ട് 0000. ഈ വീഡിയോയിൽ ഇതുവരെ ഞങ്ങൾ IC74LS194 ഉപയോഗിച്ച് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. കൂടാതെ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഡാറ്റയുടെ റൈറ്റ് ഷിഫ്റ്റിംഗ്, ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. നന്ദി.